നമസ്കാരം, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം തലക്കെട്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മികച്ച വിജയത്തിന് ശേഷം UDF സംസ്ഥാന നേതൃയോഗം കൊച്ചിയിൽ പുരോഗമിക്കുന്നു. മുന്നണി വിപുലീകരണം ചർച്ചയാകും. ജോസ് കെ മാണിയുടെ പാർട്ടിക്ക് അടിത്തറയില്ലെന്ന് PJ ജോസഫ്. ആ വിഷയം ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്നും PJ ജോസഫ്. രാജ്യത്ത് ആദ്യമായി സർക്കാർ ജനറൽ ആശുപത്രിയിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും ഹൃദയവുമായി എയർ ആംബുലൻസ് എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് കൊല്ലം സ്വദേശി ഷിബുവിന്റെ ഹൃദയം. ജമ്മു കാശ്മീർ അതിർത്തിയിൽ വീണ്ടും ഭീകര സാന്നിധ്യം. ജെയ്ഷെ മുഹമ്മദിന്റെ 9 ഭീകരവാദ കേന്ദ്രങ്ങൾ സജീവം. അന്താരാഷ്ട്ര അതിർത്തിയോട് ചേർന്ന് പ്രവർത്തനങ്ങൾ നടത്തുന്നുവെന്ന് അതിർത്തി രക്ഷാസേന. ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവിനും തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ നോട്ടീസ് കുറ്റപത്രത്തിൽ നിന്നും ഒഴിവാക്കിയതിനെതിരെ KSRTC ഡ്രൈവർ യദു നൽകിയ പരാതി. നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായ ലഹരി മരുന്ന് കേസിൽ പോലീസിന് തിരിച്ചടി. ഷൈൻ ലഹരി ഉപയോഗിച്ചെന്ന് പരിശോധനയിൽ തെളിയിക്കാനായില്ല. ഷൈന് അനുകൂലമായി ഫോറൻസിക് റിപ്പോർട്ട്. ജോസ് കെ മാണിയുടെ പാർട്ടിക്ക് അടിത്തറയില്ല എന്ന് PJ ജോസഫ്. ആ വിഷയം ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. മുന്നണി വിപുലീകരണം UDF അടിത്തറ ശക്തിപ്പെടുത്തുമെന്നും PJ ജോസഫ് കൊച്ചിയിൽ പറഞ്ഞു. മുന്നണിയുടെ അടിത്തറ വികസിപ്പിക്കണമെന്ന് എല്ലാവരും ചോദിക്കുന്നു. മുന്നണി അടിത്തറ വികസിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പാർട്ടികൾ വരണമെന്നില്ല, അടിത്തറ വികസിപ്പിക്കുക. ആ വിഷയം ഇപ്പോൾ ചർച്ചാ വിഷയമല്ല. ആ വിഷയത്തിൽ ആ ബേസുള്ള അവിടെയുള്ള ഉദാഹരണത്തിന് ഇടുക്കി നിയോജകമണ്ഡലം 9 പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയാണ്. അവിടെ എല്ലാം നമ്മൾ ഭൂരിപക്ഷമാണ്. ആളുകളെല്ലാം വന്നു കഴിഞ്ഞു. അടിത്തറ തകർന്നിരിക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നേതൃത്വത്തിന്റെ പങ്ക് പുറത്തു വരണമെന്ന് രമേശ് ചെന്നിത്തല. നടന്നത് 500 കോടിയുടെ രാജ്യാന്തര കൊള്ളയാണ്. നിലവിലെ അന്വേഷണത്തിൽ ആക്ഷേപങ്ങളില്ല എന്നും അദ്ദേഹം പറഞ്ഞു. മുന്നണി വിപുലീകരണം UDF യോഗത്തിൽ ചർച്ച ചെയ്യും. SIR-ൽ കരട് പട്ടിക പുറത്തു വന്ന ശേഷം ആവശ്യമുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. CPM-ന്റെ അക്രമ രാഷ്ട്രീയം അവസാനിപ്പിക്കണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. ശബരിമല സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് അന്തർദേശീയ മാഫിയ ഇതിൻ്റെ പിന്നിലുണ്ട്. ഇൻ്റർനാഷണൽ ആൻറ്റിക്സ് ലോബി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇൻ്റർനാഷണൽ ആൻറ്റിക്സ് സ്മഗ്ലേഴ്സ് ഇതിൻ്റെ പിന്നിലുണ്ട്. ആ വിവരങ്ങളാണ് എന്നോടൊരാൾ പറഞ്ഞത്. ആ വിവരങ്ങളാണ് ഞാൻ നമ്മുടെ SITക്ക് കൈമാറിയത്. SIT എനിക്ക് ആ വിവരം തന്നയാളിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തപ്പോൾ അദ്ദേഹത്തെ വിളിച്ച് ചോദ്യം ചെയ്തു, വിവരങ്ങൾ ആരാഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ നടക്കുകയാണ്. സ്വർണ്ണക്കൊള്ളയിൽ SIT അന്വേഷണം തൃപ്തികരമല്ല എന്ന കോൺഗ്രസ് നിലപാട് കോടതിക്കും ബോധ്യപ്പെട്ടുവെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. SITയുടെ ചരട് ആഭ്യന്തര വകുപ്പിന്റെ കയ്യിലാണ് എന്നും അദ്ദേഹം പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കം തുടങ്ങുന്നതിനാണ് UDF യോഗം ചർച്ച ചെയ്യുന്നത്. പാലക്കാട്ടെ അജ്ഞാത വോട്ടുകൾ കണ്ടത് ഗൗരവമായി കാണുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൊച്ചിയിലെ മേയർ ആര് എന്നതിൽ ജില്ലാ നേതൃത്വം തീരുമാനമെടുക്കുമെന്നും ആവശ്യമെങ്കിൽ മാത്രം സംസ്ഥാന നേതൃത്വം ഇടപെടുമെന്നും സണ്ണി ജോസഫ് പ്രതികരിച്ചു. അറസ്റ്റ് ചെയ്യോ? ഹൈക്കോടതിയെ അവസാനം പറഞ്ഞ എന്താണ്? നിങ്ങൾ ഞാനും ആ വിധി വായിച്ചിട്ടില്ലേ? ഇത് അന്വേഷണ സംഘത്തിൻ്റെ മെല്ലപ്പോക്കാണ്. യഥാർത്ഥ നേതൃത്വം വഹിച്ചവരെ ഇപ്പോഴും കണ്ടെത്തിയിട്ടില്ല. കോടതി പറഞ്ഞു ഉന്നതന്മാരിനിയും ഇതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്, അവരെ പിടിക്കാനുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു മോഷണ കേസാണല്ലോ ഇത്. ആത്യന്തികമായിട്ട് സംഘടിത മോഷണം, ഗൂഢാലോചന, അതെല്ലാം ഉണ്ട്. എവിടെ പോയി നഷ്ടപ്പെട്ട സ്വർണം? അത് വീണ്ടെടുക്കണ്ടേ? ഒന്നത് ശബരിമലയ്ക്ക് കിട്ടണം, വിശ്വാസത്തിൻ്റെ ഭാഗമാണ്, സ്വത്ത് സംരക്ഷണത്തിൻ്റെ ഭാഗമാണ്. 2 കേസിൻ്റെ എവിഡൻസിൻ്റെ കൂടി ഭാഗമാണ്. നഷ്ടപ്പെട്ട മോഷണ വസ്തുക്കൾ കണ്ടെത്തി അത് തെളിവിൻ്റെ ഭാഗമാക്കിയിട്ട് സമർപ്പിക്കുക എന്നുള്ളതും കേസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമാണ്. കണ്ണൂരിൽ ബോംബ് നിർമ്മാണത്തിന് മുഖ്യമന്ത്രി കൂട്ടുനിൽക്കുന്നുവെന്ന് VD സതീശൻ. CPM-ന് ഫാസിസ്റ്റ് നിലപാടാണ്. തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടതോടെ CPM-ന്റെ നിലവിട്ടു. അവർ ഇടതുപക്ഷമല്ല, തീവ്ര വലതുപക്ഷമാണെന്ന് VD സതീശൻ ആരോപിച്ചു. മുഖ്യമന്ത്രിയുടെ നിയോജകമണ്ഡലത്തിൽ ബോംബ് നിർമ്മാണത്തിൻ്റെ ഇടയിൽ ഒരു തന്നെ കൈയേറ്റുപോയി. അവിടെ പടക്കം ഉണ്ടാക്കിയെന്ന് പറയാം. ക്രിസ്മസിന് പടക്കം കർമ്മടത്ത് പടക്കം ഉണ്ടാക്കിയപ്പോൾ കൈ പോയാന്ന് പറയുന്നത്.
മുഖ്യമന്ത്രി തന്നെ ഇതിന് കൂട്ടുനിൽക്കുകയാണ്. ആഭ്യന്തര വകുപ്പിൻ്റെ പോലീസിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി ബോംബ് നിർമ്മാണത്തിന് കൂട്ടുനിൽക്കുകയാണ്. ഞാൻ ആരോപണം ഉന്നയിക്കുകയാണ്. സ്വന്തം നിയോജകമണ്ഡലം, സ്വന്തം ഗ്രാമത്തിൽ ബോംബ് നിർമ്മാണത്തിന് മുഖ്യമന്ത്രി, പോലീസിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി കൂട്ടുനിൽക്കുകയാണ്. അത് കേരളത്തിലെ CPM ക്രിമിനലുകൾ കൊടുക്കുന്ന സന്ദേശം എല്ലായിടത്തും അടിച്ചോളാനാണ് അല്ലേ? തോറ്റു കഴിഞ്ഞപ്പോൾ പെരിന്തൽമണ്ണ അത്രയേ ഉള്ളൂ, ജനവിധിയാണത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് മാതൃകയിൽ നിയമസഭയിലേക്ക് കർമ്മ പദ്ധതി ഒരുക്കാനും പ്രവർത്തനങ്ങൾക്ക് സമയക്രമം നിശ്ചയിക്കാനുമായി UDFന്റെ സംസ്ഥാന നേതൃയോഗം കൊച്ചിയിൽ. മുന്നണി വിപുലീകരണവും ചർച്ചയാകും. വിവരങ്ങളുമായി AT അശ്വതി ചേരുകയാണ്. അശ്വതി, ഈ UDFന്റെ സംസ്ഥാന നേതൃയോഗം പുരോഗമിക്കുമ്പോൾ മുന്നണി വിപുലീകരണം എന്നുള്ളത് വലിയൊരു അജണ്ടയെ അവർ മുന്നോട്ട് വയ്ക്കുന്നു. പക്ഷെ അപ്പോഴും ജോസ് കെ മാണിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം നിലനിൽക്കുന്നു എന്ന് വേണോ കരുതാൻ? തീർച്ചയായിട്ടും മുന്നണി വിപുലീകരണം ഇതിലെ ഒരു പ്രധാനപ്പെട്ട ഇന്നത്തെ യോഗത്തിലെ അജണ്ടയാണ്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പാണ് വരുന്നത്. UDFന്റെ അടിത്തറ കുറെ കൂടി ബലപ്പെടുത്തുക, അത് വിപുലീകരിക്കുക എന്നത് ഇതിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു കാര്യമാണ്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം ആവർത്തിക്കുക എന്നത് UDFനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഏത് തരത്തിൽ വേണമെന്നത് തന്നെ അതുകൊണ്ട് തന്നെ ഇന്നത്തെ യോഗത്തിലെ പ്രധാന ചർച്ചാ വിഷയമാണ്. ഈ ജോസ് കെ മാണി വിഭാഗത്തെ വീണ്ടും ഒപ്പം കൂട്ടുക എന്നത് നേരത്തെ തന്നെ പല ആലോചനകളും ഉണ്ടായിരുന്നു. പക്ഷേ ജോസ് കെ മാണി അതിനെ എതിർക്കുന്ന, താനില്ല എന്ന് പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഈ വീണ്ടും ആ ഒരു ചർച്ച സജീവമായിട്ടുണ്ട്. അതിൽ PJ ജോസഫാണ് ഇപ്പോൾ പരസ്യമായിട്ടുള്ള ഒരു എതിർപ്പ് പറഞ്ഞിരിക്കുന്നത്. ജോസ് കെ മാണിയുടെ പാർട്ടിയുടെ അടിത്തറ ഇല്ലാതായിരിക്കുന്നു, അതുകൊണ്ട് തന്നെ ആ വിഷയം ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. മാത്രമല്ല മുന്നണി വിപുലീകരണവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മറ്റ് പാർട്ടികളെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകും. ഇപ്പോൾ 2:15 കൂടി യോഗം അവസാനിക്കുമെന്നാണ് പാർട്ടി വൃത്തങ്ങൾ സൂചിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏത് രീതിയിലുള്ള കർമ്മ പദ്ധതികളാണ് ആവിഷ്കരിക്കേണ്ടത് എന്നുള്ള കാര്യവും ഇന്നത്തെ യോഗത്തിലെ പ്രധാനപ്പെട്ട അജണ്ടയാണ്. ലിജിൻ, ശരി. UDFന്റെ നിർണായക യോഗം കൊച്ചിയിൽ പുരോഗമിക്കുകയാണ്. അശ്വതിയാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും ഹൃദയവുമായി എയർ ആംബുലൻസ് എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക്. കൊല്ലം ഇടവട്ടം ചിറക്കര സ്വദേശി ഷിബുവിന്റെ ഹൃദയമാണ് ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുക. രാജ്യത്ത് ആദ്യമായിട്ടാണ് സർക്കാർ ജനറൽ ആശുപത്രിയിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കുന്നത്. വിവരങ്ങളുമായി ആതിര രാധാകൃഷ്ണൻ ചേരുകയാണ്. ആതിര, ഒരു ചരിത്ര മുഹൂർത്തത്തിലേക്കാണ് ഇപ്പോൾ ഈ ഒരു നടന്നുകയറ്റം. എപ്പോഴായിരിക്കും എയർ ആംബുലൻസ് എറണാകുളത്ത് എത്തുക? ലിജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ചരിത്ര നിമിഷത്തിലേക്കാണ് ഏതായാലും സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പും ഒക്കെ തന്നെ കടക്കുന്നത്. കാരണം സംസ്ഥാനത്ത് രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു ജില്ലാതല ആശുപത്രി ഹൃദയമാറ്റ ശസ്ത്രക്രിയക്കായിട്ട് ഒരുങ്ങുന്നത്. എറണാകുളം ജനറൽ ആശുപത്രിയാണ് ഈ നേട്ടം സ്വന്തമാക്കുന്നത് എന്നുള്ളതാണ്. എറണാകുളത്ത് നിന്നുള്ള 9 അംഗ ഡോക്ടർമാരുടെ സംഘം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നടപടിക്രമങ്ങളൊക്കെ ശസ്ത്രക്രിയ പൂർത്തിയായതായാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ മറ്റ് നടപടിക്രമങ്ങളൊക്കെ തന്നെ പുരോഗമിക്കുകയാണ്. ഒരു 1:30 തന്നെ എയർ ആംബുലൻസ് എയർലിഫ്റ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് നിലവിൽ അറിയാൻ സാധിക്കുന്ന വിവരം. ഈ കൊല്ലം സ്വദേശിയായിട്ടുള്ള ഷിബുവിന്റെ ഹൃദയമാണ് മാറ്റിവെക്കുന്നത്. അതുകൂടാതെ തന്നെ ഷിബുവിന്റെ കരൾ, നേത്രപടലങ്ങൾ, ചർമ്മം ഉൾപ്പെടെ ദാനം ചെയ്തിട്ടുണ്ട്. ഈ ചർമ്മം ആദ്യമായിട്ടാണ് സ്കിന്ന് ഇത്തരത്തിൽ ദാനം ചെയ്തിട്ടുള്ളത്. ഈ ചർമ്മം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സ്കിൻ ബാങ്കിൽ സൂക്ഷിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. മറ്റ് അവയവങ്ങളും തിരുവനന്തപുരത്തും അതുപോലെ തന്നെ കൊല്ലത്തുമുള്ള ആശുപത്രികളിലായിട്ടായിരിക്കും ദാനം ചെയ്യുക. നിലവിൽ ഇത്തരത്തിൽ നേപ്പാൾ സ്വദേശിനിയായ ഗുരുതരമായ ജനിതക രോഗം മൂലം ഹൃദയം തകരാറിലായ നേപ്പാൾ സ്വദേശിനിയായ 22-കാരിക്കാണ് ഹൃദയം മാറ്റിവെക്കുക. നിലവിൽ ഏതായാലും അല്പസമയത്തിനകം ഈ എറണാകുളത്ത് നിന്നുള്ള ഡോക്ടർമാരുടെ സംഘം ഹൃദയവുമായി എറണാകുളത്തേക്ക് പറക്കും. ശരി, ആതിരയാണ് വിവരങ്ങൾ നൽകിയത്. തെരഞ്ഞെടുപ്പ് ബോണ്ട് റദ്ദാക്കിയ ശേഷം BJPയുടെ വരുമാനത്തിലുണ്ടായത് വൻ വർധനവ്. 2024-25 സാമ്പത്തിക വർഷം സംഭാവന ഇനത്തിൽ ഉൾപ്പെടെ BJPക്ക് കിട്ടിയത് 6088 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പാർട്ടി ഫണ്ടിൽ 53% വർധനമാണ് BJPക്ക് ഉണ്ടായിട്ടുള്ളത്. സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് 100 കോടി രൂപയും മൈനിങ് കമ്പനിയായ റങ്ത സൺസ് 95 കോടി രൂപയും BJPക്ക് നൽകി. കോൺഗ്രസിന് 522 കോടി രൂപയും DMKക്ക് 365 കോടി രൂപയുമാണ് ലഭിച്ചത്. തിരഞ്ഞെടുപ്പ് ബോണ്ട് റദ്ദാക്കിയ ശേഷം രാഷ്ട്രീയ പാർട്ടികളുടെ വരുമാനത്തിലുണ്ടായ വർധനവ് സംബന്ധിച്ച കണക്കുകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് കമ്മീഷന് BJP നൽകിയ കണക്ക് കൂടി പുറത്തുവന്നത്.
2024-2025 സാമ്പത്തിക വർഷം സംഭാവന ഇനത്തിൽ ഉൾപ്പെടെ BJPക്ക് കിട്ടിയത് 6088 കോടി രൂപയാണ്. മുൻ സാമ്പത്തിക വർഷം പാർട്ടിക്ക് ആകെ കിട്ടിയ തുക 3967 കോടി രൂപയായിരുന്നു. ഡിസംബർ 8-നാണ് ഇത് സംബന്ധിച്ച കണക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന് BJP നൽകിയത്. കോൺഗ്രസിനേക്കാൾ 12 മടങ്ങ് അധികം തുകയാണ് BJPക്ക് ലഭിച്ചത്. കോൺഗ്രസിന് 522 കോടി രൂപ കിട്ടിയപ്പോൾ 12ഓളം പ്രതിപക്ഷ പാർട്ടികൾക്ക് കൂടി ആകെ കിട്ടിയത് 1343 കോടി രൂപയാണ്. പ്രതിപക്ഷ പാർട്ടികൾക്ക് ആകെ കിട്ടിയതിനേക്കാൾ 4 മടങ്ങ് അധികമാണ് BJPക്ക് സംഭാവന ലഭിച്ച തുക. 3744 കോടി രൂപ BJPക്ക് ഇലക്ട്രൽ ട്രസ്റ്റുകൾ നൽകിയ സംഭാവനയാണ്. ബാക്കി 2344 കോടി രൂപ വ്യക്തികൾ ഉൾപ്പെടെ നൽകിയ സംഭാവനയുമാണ്. സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് 100 കോടി രൂപയും മൈനിങ് കമ്പനിയായ റങ്ത സൺസ് 95 കോടി രൂപയും BJPക്ക് നൽകിയിട്ടുണ്ട്. കോവിഡ് പ്രതിരോധ മരുന്ന് നിർമ്മാതാക്കളാണ് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇതിനു പുറമെ വേദാന്ത ലിമിറ്റഡ് 67 കോടി രൂപയും BJPക്ക് നൽകിയിട്ടുണ്ട്. ദേശീയപാത നിർമ്മാണ കമ്പനിയായ മോഡേൺ റോഡ് മേക്കേഴ്സ് നൽകിയ 52 കോടി രൂപയും BJPയുടെ സംഭാവന പട്ടികയിലുണ്ട്. ബീഹാർ ഭരിക്കുന്ന JDUവിനേക്കാൾ കൂടുതൽ സംഭാവന ജൻസൂരജ് പാർട്ടിക്ക് കിട്ടിയെന്നതും ശ്രദ്ധേയമാണ്. JDUവിന് കിട്ടിയത് 18 കോടി രൂപയാണെങ്കിൽ പ്രശാന്ത് കിഷോറിന്റെ പാർട്ടിക്ക് 25 കോടി രൂപ ലഭിച്ചു. 2024 ഫെബ്രുവരിയിലാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിക്കുന്ന സംഭാവനയുടെ കണക്കുകൾ പുറത്തുവിടാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്കും സുപ്രീം കോടതി നിർദ്ദേശം നൽകിയത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ഉദ്ദിഷ്ടകാര്യത്തിന് ഉപകാരസ്മരണയുടെ ബാക്കി പത്രമാണ് BJPയുടെ സംഭാവനയിൽ കാണുന്നത് എന്ന് ജോൺ ബ്രിട്ടാസ് MP. ഇതിന് പിന്നിലുള്ള കാര്യങ്ങൾ അന്വേഷിക്കുകയാണെങ്കിൽ ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ വെട്ടിപ്പായിരിക്കും പുറത്തു വരികയെന്നും അദ്ദേഹം പറഞ്ഞു. ജമ്മുകാശ്മീർ അതിർത്തിയിൽ വീണ്ടും ഭീകരരുടെ സാന്നിധ്യം. ജെയ്ഷെ മുഹമ്മദിന്റെ ഭീകരവാദ കേന്ദ്രങ്ങൾ വീണ്ടും സജീവമാകുന്നുവെന്ന് BSF. 5 കിലോമീറ്റർ ഉള്ളിൽ 9 കേന്ദ്രങ്ങൾ വീണ്ടും പ്രവർത്തനം തുടങ്ങുന്നു എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതിനിടെ ജമ്മുവിലെ ദേശീയ അന്വേഷണ ഏജൻസിയുടെ ആസ്ഥാനത്തിന് സമീപത്തു നിന്നും ചൈനീസ് നിർമ്മിത റൈഫിൾ സ്കോപ്പ് കണ്ടെത്തി. സ്നൈപ്പർ തോക്കിൽ ഘടിപ്പിക്കാവുന്നതാണ് റൈഫിൾ സ്കോപ്പ്. പഹൽഗാം ആക്രമണത്തിന് മറുപടിയായി രാജ്യം നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കാശ്മീരിലെയും ഉൾപ്പെടെ നിരവധി ഭീകരവാദ കേന്ദ്രങ്ങളാണ് തകർത്തത്. എന്നാൽ മാസങ്ങൾക്കിപ്പുറം അന്താരാഷ്ട്ര അതിർത്തിയോട് ചേർന്ന് ജെയ്ഷെ മുഹമ്മദിന്റെ നേതൃത്വത്തിൽ ഭീകര താവളങ്ങൾ വീണ്ടും സജീവമാവുകയാണ്. കേന്ദ്ര ഏജൻസികളാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. മസ്പൂർ, ബജ്രാഗർഹി, ചോബ്ര, സർജോൾ തുടങ്ങി 9ഓളം ഇടങ്ങളിലാണ് ജെയ്ഷെ മുഹമ്മദ് കേന്ദ്രങ്ങൾ വീണ്ടും സജീവമാകുന്നത്. ഈ മേഖല കേന്ദ്രീകരിച്ച നീക്കങ്ങൾ നടക്കുന്നതായി BSF ആണ് വ്യക്തമാക്കുന്നത്. നേരത്തെ തകർത്തതിന് 5 കിലോമീറ്റർ ചുറ്റളവിലാണ് പുതിയ കേന്ദ്രങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി നശിപ്പിക്കപ്പെട്ട താവളങ്ങളല്ല എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. ഏപ്രിൽ മാസം 22-നാണ് പഹൽഗാമിൽ ഭീകരർ 26 പേരെ കൊലപ്പെടുത്തിയത്. ഇതിന് തിരിച്ചടിയായി മെയ് 7-ന് രാജ്യം ഓപ്പറേഷൻ സിന്ദൂർ നടപ്പിലാക്കി. രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിർത്തി രക്ഷാസേനയും ജമ്മുകാശ്മീർ പോലീസും 24 ഗ്രാമങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് ഭീകരവാദ സാന്നിധ്യം സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായത്. ഭീകരവാദ സാന്നിധ്യം വ്യക്തമായ പശ്ചാത്തലത്തിൽ നുഴഞ്ഞുകയറ്റം തടയാൻ നടപടികൾ സേനാ വിഭാഗങ്ങൾ ശക്തമാക്കി. അമൃത ന്യൂസ്, ന്യൂഡൽഹി. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ജിറാംജി നിയമത്തിനെതിരെ രാജ്യവ്യാപക പ്രതിഷേധത്തിന് തുടക്കം കുറിച്ച് ഇടതു പാർട്ടികൾ. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്കെതിരെ പകരമായി കൊണ്ടുവന്നതാണ് പുതിയ നിയമം. കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുന്നിലാണ് പ്രതിഷേധം. നിയമം പിൻവലിക്കണമെന്നാണ് ആവശ്യം. കർഷക സംഘടനകളും നിയമത്തിനെതിരെ പ്രതിഷേധവുമായി രംഗത്തുണ്ട്. മറ്റു പ്രതിപക്ഷ പാർട്ടികളും നിയമത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. 27-ന് ചേരുന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം തുടർ സമരപരിപാടികൾ തീരുമാനിക്കും. അതേസമയം നിയമത്തിലെ ചട്ടങ്ങൾ രൂപീകരിക്കാൻ കേന്ദ്ര സർക്കാർ നീക്കം തുടങ്ങി. പ്രതിഷേധം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി കൂടുതൽ പദ്ധതികൾ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരും. നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായ ലഹരിമരുന്ന് കേസിൽ പോലീസിന് തിരിച്ചടി. നടൻ ലഹരി ഉപയോഗിച്ചെന്ന് പരിശോധനയിൽ തെളിയിക്കാനായില്ല. നടന് അനുകൂലമായിട്ടാണ് ഫോറൻസിക് റിപ്പോർട്ട് വന്നത്. ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനായി ഷൈൻ ടോം ചാക്കോയുടെ നഖം, മുടി എന്നിവ അന്വേഷണ സംഘം ശേഖരിച്ചിരുന്നു. അന്ന് നടന്റെ സുഹൃത്തായ അഹമ്മദ് മുർഷിദ് എന്നയാളെയും അറസ്റ്റ് ചെയ്ത ശേഷം വിട്ടയച്ചിരുന്നു. ലഹരി പരിശോധനയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഏപ്രിലാണ് ഡാൻസ് ഓഫ് സംഘം കൊച്ചിയിലെ ആഡംബര ഹോട്ടലിൽ എത്തിയത്. ഇതിനിടയിലാണ് ഷൈൻ ടോം ചാക്കോ ഇറങ്ങി ഓടിയത്. ഇതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. മുൻ മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് MLAയ്ക്കും തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് CJM കോടതിയുടെ നോട്ടീസ്. KSRTC ബസ് തടഞ്ഞ സംഭവത്തിൽ ഇരുവരെയും കുറ്റവിമുക്തരാക്കിയ നടപടിക്കെതിരെയായ ഹർജിയിലാണ് നോട്ടീസ്. KSRTC ഡ്രൈവറായിരുന്ന യദു നൽകിയ പരാതിയിലാണ് നോട്ടീസ്. വിവരങ്ങളുമായി അൻഫിൽ ചേരുകയാണ്.
അൻഫിൽറ്റി നേരത്തെ തന്നെ ഇരുവരെയും കുറ്റവിമുക്തരാക്കിയിരുന്നു. അതിനെതിരെ ഇപ്പോൾ യദു നൽകിയ പരാതിയിലാണല്ലോ ഇപ്പോൾ കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായും കോടതി ഇതിൽ നോക്കുക? ഇത് 2024 ഏപ്രിൽ 27-നായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത്. ഏറെ കോളക്കമുണ്ടാക്കിയ ഒരു കേസായിരുന്നു. അതായത് നടു റോട്ടിൽ പാളയത്ത് വെച്ച് KSRTC ബസ്സിനെ മേയറായിരുന്ന ആര്യ രാജേന്ദ്രനും ഭർത്താവും MLA-യുമായ സച്ചിൻ ദേവും സഞ്ചരിച്ചിരുന്ന വാഹനം തടഞ്ഞു നിർത്തുകയും ആ വാഹനത്തിനുള്ളിൽ കയറി യാത്രക്കാരെയും ആ വാഹനത്തെയും തടസ്സപ്പെടുത്തിയെന്നാണ് ഡ്രൈവറായിരുന്ന യദു പരാതി നൽകിയത്. മാത്രമല്ല യദുവിനെ അസഭ്യം പറഞ്ഞുവെന്നും പരാതി നൽകിയിരുന്നു. എന്നാൽ ആ പരാതി അന്ന് പോലീസ് എടുക്കാൻ തയ്യാറായിരുന്നില്ല. ആ പരാതി രജിസ്റ്റർ ചെയ്തിരുന്നുമില്ലായിരുന്നു. അതേസമയം മേയർ നൽകിയ പരാതിയിൽ യദുവിനെ പ്രതിയാക്കി കേസെടുക്കുകയും ചെയ്തിരുന്നു. അതായത് മേയറെ അശ്ലീല ഭാഷയിൽ ആംഗ്യത്തിലൂടെ അശ്ലീലം കാട്ടി എന്ന രീതിയിലായിരുന്നു പരാതി നൽകിയത്. ഇതിനെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു. ഒടുവിൽ കോടതി ഇടപെട്ടാണ് മേയർക്കെതിരെയും സച്ചിനെതിരെയും അന്ന് കേസെടുക്കുകയൊക്കെ ചെയ്തത്. എന്നാൽ അത് പിന്നീട് ഇരുവരെയും കുറ്റവിമുക്തരാക്കിയാണ് കോടതി വെറുതെ വിട്ടത്. അതായത് യദു നൽകിയ പരാതിയിൽ മേയർ വാഹനം തടഞ്ഞ് സച്ചിനകത്ത് കയറിയെന്നായിരുന്നു. എന്നാൽ വാഹനം തടഞ്ഞുവെങ്കിലും ഡ്രൈവർ തന്നെയാണ് വാഹനത്തിന്റെ വാതിൽ തുറന്നു കൊടുത്തത്, അതുകൊണ്ട് കയറി എന്നാണ് പറഞ്ഞത്. മാത്രവുമല്ല ഈ യദുവിനെ അസഭ്യം പറഞ്ഞതിന് തെളിവുകളോ സാക്ഷികളോ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ആകെ കുറ്റക്കാരനായത് ആ വാഹനം ഓടിച്ചിരുന്നത് മേയറുടെ സഹോദരനായിരുന്നു. സഹോദരൻ അരവിന്ദന് മാത്രമാണ് പ്രതിയാക്കുകയും മേയർ ആര്യയെയും സച്ചിൻ ദേവിനെയും ഒഴിവാക്കുകയും ചെയ്തിരുന്നു. കാരണം ഈ സച്ചിനെതിരെയും മേയർക്കെതിരെയും യദു നൽകിയ പരാതിയിലൊന്നും തന്നെ വ്യക്തമായ സാക്ഷികളോ തെളിവുകളോ ഇല്ല എന്ന കാരണത്താലായിരുന്നു അന്ന് കോടതി ഇരുവരെയും കുറ്റവിമുക്തരാക്കിയത്. എന്നാൽ ഇപ്പോൾ അതിനെതിരെ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ്, ചീഫ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയിലാണ് ഈ യദു പരാതി നൽകുകയും അതിനെതിരെ ഈ യദുവിന്റെ പരാതിയിൽ പ്രഥമ ദൃഷ്ടിയ പരാതിക്ക് കഴമ്പുണ്ട് എന്ന് ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇരുവർക്കും കുറ്റവിമുക്തരാക്കിയ ഇരുവർക്ക് എതിരെ ഇപ്പോൾ നോട്ടീസ് അയക്കാനായി കോടതി ഉത്തരവായിരിക്കുന്നത്. നോട്ടീസ് അയക്കുമ്പോൾ തീർച്ചയായും ഇരുവരെ വീണ്ടും പ്രതിയാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അങ്ങനെയെങ്കിൽ ആ കേസിൽ വലിയൊരു നിർണായകമായ ഒരു ടേണിംഗ് പോയിന്റിലേക്കാണ് ഈ കേസ് അത്രയേറെ ചർച്ച ചെയ്യുകയും അത്രയേറെ കോളക്കം ഉണ്ടാക്കുകയും ചെയ്തൊരു കേസിലാണ് ഇപ്പോൾ ഡ്രൈവർ പരാതിക്കാരനായ KSRTC ഡ്രൈവറായ യദുവിന്റെ പരാതിയിൽ കോടതി ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. കുറ്റവിമുക്തരാക്കിയ മേയറിനെയും KSRTC ഡ്രൈവർ യദു നൽകിയ പരാതിയിലാണ് ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവിനും ഇപ്പോൾ കോടതി നോട്ടീസ് നൽകിയിരിക്കുന്നത്. അൻഫിലിറ്റാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ ദേവസ്വം മുൻ കമ്മീഷണർ N വാസുവിനെ ജനുവരി 5 വരെ റിമാൻഡ് ചെയ്തു. റിമാൻഡ് കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് വാസുവിനെ ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി. അതേസമയം സ്മാർട്ട് ക്രിയേഷൻസ് CEO പങ്കജ് ഭണ്ഡാരിയെയും സ്വർണം വാങ്ങിയ ജ്വല്ലറി ഉടമ ബെല്ലാരി ഗോവർദ്ധനെയും കസ്റ്റഡിയിൽ വാങ്ങി SIT ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ്. രണ്ടുപേരെയും കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് കൊല്ലം വിജിലൻസ് കോടതിയിൽ അപേക്ഷ നൽകാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം. ശബരിമലയിലെ സ്വർണ്ണപ്പാളുകളിൽ നിന്നും വേർതിരിച്ചെടുത്ത സ്വർണം ആർക്ക് വിറ്റു എന്ന് കണ്ടെത്താനാണ് SIT ഇരുവരെയും കസ്റ്റഡിയിൽ വാങ്ങുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പങ്കജ് ഭണ്ഡാരിയുടെയും ഗോവർദ്ധന്റെയും പങ്ക് വെളിപ്പെടുത്തിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയായിരുന്നു. TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളായ മുഹമ്മദ് ഷാഫിക്കും ഷിനോജിനും പരോൾ അനുവദിച്ച ഉത്തരവ്. കഴിഞ്ഞ ദിവസം മറ്റൊരു പ്രതിയായ TK രജീഷിന് പരോൾ അനുവദിച്ചത് ഏറെ ചർച്ചയായിരുന്നു. വർഷാവസാനം നൽകുന്ന സ്വാഭാവിക പരോൾ മാത്രം എന്നാണ് ജയിൽ അധികൃതരുടെ വിശദീകരണം. ഒരു മാസം ജയിലിൽ കിടക്കുന്ന പ്രതികൾക്ക് 5 ദിവസത്തെ പരോളിന് അർഹതയുണ്ടെന്നാണ് ജയിൽ ചട്ടത്തിൽ പറയുന്നത്. ഒരു വർഷം ഒരു പ്രതിക്ക് 60 ദിവസത്തോളം പരോളിന് അവകാശമുണ്ട്. അതിനാൽ സ്വാഭാവിക നടപടിക്രമത്തിന്റെ ഭാഗമായാണ് പരോൾ അനുവദിച്ചുവെന്നാണ് ജയിൽ അധികൃതരുടെ വിശദീകരണം. തെരഞ്ഞെടുപ്പായതിനാൽ കഴിഞ്ഞ 2 മാസമായി പ്രതികൾക്കാർക്കും പരോൾ അനുവദിക്കാതിരുന്നതും വർഷാവസാനമായതും കണക്കിലെടുത്താണ് ഇപ്പോൾ നൽകിയതെന്നാണ് വിശദീകരിക്കുന്നത്. കഴിഞ്ഞ ദിവസം TP കേസിലെ മറ്റൊരു പ്രതിയായ TK രജീഷിന് 20 ദിവസത്തെ പരോൾ അനുവദിച്ചപ്പോൾ ഏറെ ചർച്ചയായിരുന്നു. 5 മാസത്തിനിടെ 2 തവണയാണ് രജീഷിന് പരോൾ നൽകിയത്. 30 മാസത്തെ പരോൾ കഴിഞ്ഞ് സെപ്റ്റംബറിൽ ജയിലിലെത്തിയ രജീഷ് 1.5 മാസമായി ആയുർവേദ ചികിത്സയിലായിരുന്നു. അത് കഴിയുമ്പോഴേക്കും പുതിയ പരോളും ലഭിച്ചു. കൊടിസുനിക്ക് 7 മാസത്തിനിടെ 60 ദിവസമാണ് പരോൾ അനുവദിച്ചത്. പിന്നാലെയാണ് ഇപ്പോൾ മുഹമ്മദ് ഷാഫിക്കും ഷിനോജിനും 15 ദിവസം പരോൾ നൽകിയിരിക്കുന്നത്. ചൊക്ലിപ്പറമ്പത്ത് വീട്ടിൽ KK മുഹമ്മദ് ഷാഫിക്ക് കൊലപാതകവുമായി നേരിട്ട് പങ്കുണ്ടെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. TP കേസ് പ്രതി കൊടിസുനി ഉൾപ്പെടെയുള്ളവർക്ക് പരോൾ അനുവദിക്കാൻ കൈക്കൂലി വാങ്ങിയെന്ന കണ്ടെത്തലിൽ ജയിൽ DIG MK വിനോദ് കുമാറിനെതിരെ വിജിലൻസ് കേസെടുത്തിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പാലക്കാട് വാളയാറിലെ ആൾക്കൂട്ട കൊലപാതകത്തിൽ മന്ത്രി K രാജൻ രാംനാരായണന്റെ കുടുംബത്തെ കണ്ട് ചർച്ച നടത്തി. നഷ്ടപരിഹാരമായി 10 ലക്ഷം രൂപ നൽകുമെന്ന് മന്ത്രി അറിയിച്ചു. രാംനാരായണന്റെ മരണം സർക്കാർ ഗൗരവത്തോടെ കാണുന്നുവെന്നും നടന്ന സംഭവം ദൗർഭാഗ്യകരമെന്നും മന്ത്രി പറഞ്ഞു. കേസിൽ ഗൗരവമായി മുന്നോട്ട് പോകും. പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കും.
ബംഗ്ലാദേശി എന്ന് വിളിച്ചുകൊണ്ടുള്ള ആക്രമണമാണ് നടന്നത് എന്നും ചർച്ചയ്ക്ക് ശേഷം മന്ത്രി വ്യക്തമാക്കി. അതേസമയം മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങുമെന്ന് ആക്ഷൻ കമ്മിറ്റിയും പറഞ്ഞു. ലളിതയും കുടുംബാംഗങ്ങളും ഇന്നലത്തോടുകൂടി പൂർണ്ണമായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ചില കാര്യങ്ങളിൽ ചില ആശയക്കുഴപ്പങ്ങളുടെ മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഏതെങ്കിലും വിധത്തിൽ ഒരു തർക്കത്തിൻ്റെയോ ആ വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസത്തിൻ്റെയോ വിഷയമേ ഇല്ല. കാരണം ഇക്കാര്യത്തിലുണ്ടായ നടപടി ദൗർഭാഗ്യകരം തന്നെ എന്ന് ഗവൺമെൻറ്റിൻ്റെയോ അഭിപ്രായം. ഇതുമായി ബന്ധപ്പെട്ട് അവരെ സഹായിക്കാൻ വേണ്ടി രൂപീകരിക്കപ്പെട്ട ആക്ഷൻ കൗൺസിലിൻ്റെയും ബന്ധപ്പെട്ട ആളുകളുടെ എല്ലാ അഭിപ്രായം ഏതാണ്ട് ഒരുപോലെ തുല്യമായ വിധത്തിലാണ്. എന്നാൽ ആ കാര്യത്തിലുള്ള ചില ആശയക്കുഴപ്പങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് പാലക്കാട് വാളയാർ ആൾക്കൂട്ട കൊലപാതകത്തിന് പിന്നിൽ RSS എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ആൾക്കൂട്ട ആക്രമണങ്ങൾ കേരള സമൂഹത്തിൽ അംഗീകരിക്കാനാകില്ല. കൃത്യമായ അന്വേഷണം സർക്കാർ നടത്തും. പ്രതികളെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞു. വാളയാറിലെ ആൾക്കൂട്ട കൊലപാതകത്തിന്റെ പിന്നിൽ RSS BJP ക്രിമിനലുകളാണ്. അത് പകൽ വെളിച്ചം പോലെ വ്യക്തമായിട്ടുണ്ട്. പക്ഷെ ഒരൊറ്റ മാധ്യമവും അത് വിശദീകരിക്കുന്നില്ല, അത് പറയുന്നില്ല. പ്രശ്നമായിട്ടുണ്ട് എന്ന് മാത്രം ഇങ്ങനെ പറഞ്ഞു നടക്കുകയാണ്. മലപ്പുറം പെരിന്തൽമണ്ണയിൽ UDF പ്രഖ്യാപിച്ച ഹർത്താൽ പിൻവലിച്ചു. കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് ഓഫീസിന് നേരെ നടന്ന CPM ആക്രമണത്തിൽ പ്രതിഷേധിച്ചായിരുന്നു UDF പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. എന്നാൽ സംഭവത്തിൽ 5 പ്രതികളെ പോലീസ് പിടികൂടിയ സാഹചര്യത്തിൽ ഹർത്താൽ പിൻവലിക്കുകയായിരുന്നു. 30 വർഷങ്ങൾക്ക് ശേഷം പെരിന്തൽമണ്ണ നഗരസഭ LDF-ൽ നിന്നും UDF പിടിച്ചെടുത്തിരുന്നു. ഇന്നലെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം നഗരത്തിൽ UDF-ന്റെ നേതൃത്വത്തിൽ നടന്ന ആഹ്ലാദ പ്രകടനത്തിനിടെ CPM ഓഫീസിന് നേരെ കല്ലെറിഞ്ഞതായി ആരോപണം ഉയർന്നിരുന്നു. തുടർന്ന് ഇന്നലെ രാത്രി CPM നടത്തിയ പ്രതിഷേധ പ്രകടനത്തിനിടയിലാണ് മുസ്ലിം ലീഗ് ഓഫീസിന് നേരെ ആക്രമണമുണ്ടായത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് നജീബ് കാന്തപുരം MLA-യുടെ നേതൃത്വത്തിൽ UDF പ്രവർത്തകർ രാത്രിയിൽ പാലക്കാട് കോഴിക്കോട് ദേശീയപാത ഉപരോധിച്ചിരുന്നു. പിന്നീടാണ് UDF ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. എന്നാൽ അപ്രതീക്ഷിതമായി പ്രഖ്യാപിച്ച ഹർത്താൽ ജനവികാരം എതിരാക്കുമെന്ന അഭിപ്രായം ഉയർന്നിരുന്നു. ഗുരുവായൂർ ദേവസ്വം PROയ്ക്കെതിരെ പരാതിയുമായി കേരള പത്രപ്രവർത്തക യൂണിയൻ. ദേവസ്വവുമായി ബന്ധപ്പെട്ട വാർത്തകൾ മാധ്യമങ്ങളെ അറിയിക്കുന്നില്ല എന്നും മാധ്യമപ്രവർത്തകർ വിളിച്ചാൽ ഫോൺ എടുക്കുകയോ തിരിച്ചു വിളിക്കുകയോ ചെയ്യാറില്ല എന്നും പരാതിയിൽ പറയുന്നു. KUWJ തൃശൂർ ജില്ലാ കമ്മിറ്റിയാണ് ദേവസ്വം ചെയർമാന് രേഖാമൂലം പരാതി നൽകിയത്. അതേസമയം ഒരു വിഭാഗം ആളുകൾക്ക് കൃത്യമായ വിവരങ്ങൾ കൈമാറുന്നുണ്ട് എന്നും പരാതിയിൽ പറയുന്നുണ്ട്. ശരണാമൃതം പവേർഡ് ബൈ ധനലക്ഷ്മി ബാങ്ക്. ബാങ്കിംഗ് ഓൺ റിലേഷൻഷിപ്സ് ഫോറെവർ. ശബരിമലയിൽ മണ്ഡലപൂജ ഈ മാസം 27-ന് നടക്കും. രാവിലെ 10:10-നും 11:30-നും ഇടയിലെ മുഹൂർത്തത്തിലാണ് പൂജ. മണ്ഡലപൂജയ്ക്ക് ശബരിമല അയ്യപ്പസ്വാമിക്ക് ചാർത്തുവാനുള്ള തങ്ക അങ്കി വഹിച്ചുള്ള രഥഘോഷയാത്ര നാളെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടും. ഈ മാസം 27-നാണ് ശബരിമലയിൽ മണ്ഡലപൂജ. രാവിലെ 10:10-നും 11:30-നും ഇടയിലാണ് പൂജയുടെ മുഹൂർത്തമെന്ന് തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനർ അറിയിച്ചു. 26-ന് വൈകിട്ട് 6:30-ന് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന നടക്കും. നാളെ രാവിലെ 7-ന് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് തങ്കയങ്കി ഘോഷയാത്ര പുറപ്പെടും. വിവിധ സ്ഥലങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങി 26-ന് വൈകിട്ടാണ് തങ്കയങ്കി സന്നിധാനത്ത് എത്തുക. മണ്ഡലപൂജയ്ക്ക് മുന്നോടിയായുള്ള ദീപാരാധന 27-ന് ഉച്ചയ്ക്ക് നടക്കും. തുടർന്ന് 27-ന് രാത്രി 11-ന് ഹരിവരാസനം പാടി നടയടക്കും. ഇതോടെ ഈ വർഷത്തെ മണ്ഡലകാലത്തിന് സമാപ്തിയാകും. മകരവിളക്ക് മഹോത്സവത്തിനായി 30-ന് വൈകിട്ട് 5-ന് നട വീണ്ടും തുറക്കും. ഡിസംബർ 23-ന് രാവിലെ 5 മുതൽ 7 വരെ ആറന്മുള ക്ഷേത്രാങ്കണത്തിൽ തങ്കയങ്കി പൊതുജനങ്ങൾക്ക് ദർശിക്കാൻ അവസരമുണ്ട്. 26-ന് ദേവസ്വം മന്ത്രി VN വാസവനടക്കമുള്ളവർ സന്നിധാനത്തെത്തുന്നുണ്ട്. അമൃത ന്യൂസ്, സന്നിധാനം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ തകർത്ത് ആസ്റ്റൺ വില്ല. 1-2 ഗോളുകൾക്കായിരുന്നു ജയം. ഇരട്ട ഗോൾ നേടിയ മോർഗൻ റോജേഴ്സാണ് ആസ്റ്റൺ വില്ലയുടെ വിജയശില്പി. ജയത്തോടെ ആസ്റ്റൺ വില്ല പട്ടികയിൽ 3-ാം സ്ഥാനത്ത് തുടരുകയാണ്. 26 പോയിന്റുമായി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 7-ാം സ്ഥാനത്താണ്. ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ